So hello everyone, welcome to the third part of class 10th CBSE 2025 board exam question paper of set 1. അപ്പോൾ സെറ്റ് വണ്ണിൻ്റെ ഫൈനൽ ആൻഡ് തേർഡ് പാർട്ടാണ് ഈ വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് ഈ തേർഡ് പാർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് സെറ്റ് ടൂയിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെക്ഷൻ ഡി ആയിരുന്നു തീർക്കാണ്ടായിരുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ ഡി. സെക്ഷൻ ഡിയിൽ 30 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. Vijay invested certain amount of money into two schemes A and B, which offer interest at the rate of 8% per annum and 9% per annum respectively. He received 1,860 as the total annual interest. However, had he interchanged the amount of investment in two schemes, he would have received 20 more as annual interest. How much money did he invest in each scheme? Okay, this is a pretty simple question ആണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ടായിരുന്നു, എയും ബിയും. എയിൽ നമുക്ക് 8% ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ബിയിൽ 9% ഇൻട്രസ്റ്റ് റിട്ടേൺ കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടിലും ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് മണിയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അസ്യൂം ചെയ്യാണ് എയിൽ എക്സ് എമൗണ്ട് ഓഫ് മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ബിയിൽ വൈ എമൗണ്ട് ഓഫ് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇയർ എൻഡിൽ 1,860 ആസ് ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. എക്സിൽ നിന്ന് കിട്ടുന്ന 8%, അതായത് എക്സിൻ്റെ 8%, എക്സ് ഇൻറ്റു 8/100 പ്ലസ് വൈയിൽ നിന്ന് കിട്ടുന്ന 9%, വൈ ഇൻറ്റു 9/100. ടോട്ടൽ കിട്ടുന്നത് 1,860 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹാഡ് ഹി ഇൻറ്റർചേഞ്ച് ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ടു സ്കീംസ്, അതായത് എയിലിട്ട പൈസ ബിയിലും ബിയിലിട്ട പൈസ എക്സിലും, സോറി, എയിലിട്ട പൈസ ബിയിലും ബിയിലിട്ട പൈസ എയിലും ഇട്ടിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് റിസീവ് 20 മോർ. ഈ 1860 1,816 ഒരു 20 റുപ്പീസ് മോർ കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കൂടി എഴുതാം. വൈ ഇൻറ്റു 8/100 പ്ലസ്, അതായത് ഈ വൈ എടുത്ത് എക്സിലും എയിലും എക്സ് എടുത്ത് ബിയിലും ഇട്ടാം. and x into 9/100 is equal to 1,880. ഓക്കെ, ഇനി ഇതിപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻ ആയില്ലേ, ഇനി ഇത് ഡയറക്ട്ലി സോൾവ് ചെയ്താൽ മതി, വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ഈ 100 ഡിനോമിനേറ്റർ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ത്രൂ ഔട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ രണ്ടാമത്തെ ഇക്വേഷനിലും അത് തന്നെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 8x പ്ലസ് 9y ഈസ് ഈക്വൽ ടു 1,860,000. 8y plus 9x is equal to 1,880,000. ഓക്കെ, നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കിത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് എലിമിനേഷൻ യൂസ് ചെയ്യാം. ഈ എക്സിൻ്റെ ടേംസ് നമുക്ക് ഈക്വൽ ആക്കാം. ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 8x 72x plus 9 into 9y 81y is equal to 9 into 1,860,000. അടിയിൽ 64y, 8 into 8 64y plus 8 into 9 72x is equal to 8 into 1,880,000. ഓക്കെ, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്? ഹൗ മച്ച് ഡെഡ് മണി ഇൻവെസ്റ്റ്. ഓക്കെ, എക്സും വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഓക്കെ, ലെറ്റ്സ് ഡയറക്ട്ലി ഫൈൻഡ് ദാറ്റ്. നമുക്ക് 1 - 2 ചെയ്യാം. അപ്പോൾ 72x പോകും. പിന്നെ 81y - 64y എത്ര കിട്ടും? 81 minus 64. 81 minus 64 is 7. 11 minus 4 is 7. 7 minus 6, 117y. 17y is equal to 9 into 1000 നമുക്ക് കോമൺ പുറത്തെടുക്കാം. 9 into 186 minus 8 into 188. ഓക്കെ, നമുക്കിത് ചെയ്ത് നോക്കാം. 9 into 186, 186 into 9, 4, 5, 8 into 9, 72, 7, 7, 1674. 1674 minus 188 into 8. 188 into 8 is 4607 1504 1504. So 1674 minus 1504, that's obviously 071 170. So y is equal to 17y is equal to 17y is equal to 1000 into 170 എന്ന് കിട്ടി ഫൈനലി. ഇനി നമ്മൾ y is equal to കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ ഇത് അപ്പുറത്തോട്ട് എടുത്ത് എഴുതട്ടെ. വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് വൈനെ സോൾവ് ചെയ്യാം. അപ്പോൾ വൈ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 17 ഈക്വൽ ടു 7 അപ്പുറത്തേക്ക് അപ്പോൾ ഡിവിഷൻ ആവും. 1000 into 170 divided by 17. അപ്പോൾ ഇത് കട്ടായി പോയി 10 ആവും. അപ്പോൾ y is equal to 10,000 rupees എന്ന് കിട്ടി. വൈ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കണ്ടുപിടിക്കുന്നത് എക്സും കൂടി കണ്ടുപിടിച്ചാൽ മതി. സോ ബിയിലിട്ട പൈസ കിട്ടി. ബി സ്കീമിൽ 10,000 rupees ആണ് ഇട്ടത്.
നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അത് നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ പുറത്തെടുത്ത് ചെയ്തിട്ട് വൈയുടെ അവിടെ നമുക്ക് 1000ന്റെ വാല്യൂ 10,000ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ 8x പ്ലസ് 9y ഈക്വൽ ടു 1,86,000. ഇപ്പൊ 8x പ്ലസ് 9 ഇൻറ്റു വൈയുടെ വാല്യൂ 10,000 നമുക്ക് ഓൾറെഡി കിട്ടി. 10,000 ഈസ് ഈക്വൽ ടു 1,86,000. 8x ഈസ് ഈക്വൽ ടു 1,86,000 മൈനസ് 9 ഇൻറ്റു 10,000 90,000. 90,000. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാം. 96000 മൈനസ് 90000 സോറി 6 മൈനസ് 0 6 ആൻഡ് ഇവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 18 മൈനസ് 9 ഇസ് 9. 96,000 എന്ന് കിട്ടും. 8x is equal to 96,000 എന്ന് കിട്ടും. 96,000. So x is equal to 96 by 8. It is 1 and 2 16 18 18,000. So എ സ്കീമിൽ 18,000ഉം ബി സ്കീമിൽ 10,000 റുപ്പീസും ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ ദാറ്റ്സ് ദ ആൻസർ ഇൻ എ സ്കീം ബി. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ വിൽ സോൾവ് ദ ഈ ക്വസ്റ്റ്യൻ. നമ്മൾ അങ്ങനെയാണ് സോൾവ് ചെയ്യാം. ഓക്കെ, now let's move on to the next question. Question number 33. ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. സോ now let's do the 33ലെ ഫസ്റ്റ് ഓപ്ഷൻ എ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. The diagonal BD of a parallelogram ABCD. Okay, this is a diagonal. This is a parallelogram ABCD. ഇതിന്റെ ഡയഗണൽ ബി ഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഡയഗണൽ ബി ഡി. ഇന്റർസെക്ട് ദ ലൈൻ സെഗ്മെന്റ് എ ഇ. Intersects the line segment A at the point F. Okay, point F, where E is any point on the side BC. BC യിലെ any point on side ആണ് E എടുത്തിട്ടുള്ളത്. Prove that DF into EF is equal to FB into FA എന്നാണ് തന്നിട്ടുള്ളത്. ഇത് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നുന്നു? ഒരു സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല, റേഷ്യോസ് വെച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ഓക്കെ, നമുക്ക് ഈ ട്രയാങ്കിൾ എ എഫ് ഡിയും ട്രയാങ്കിൾ എഫ് ബി ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ നമുക്കറിയാം പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ് പാരലാണ്. സോ നമുക്കറിയാം ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവും. സോ ഈ ആംഗിൾ 4ഉം ആംഗിൾ 3യും വിൽ ബി ഈക്വൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ആംഗിൾ 4 ആൻഡ് ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. പിന്നെ ഈ ഇത് രണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി ഈക്വൽ. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ഇങ്ങനെ പറയാം. അപ്പോ ഓക്കെ, അപ്പോ രണ്ട് സൈഡ്സ് ഈക്വൽ ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇത് എ ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ട് ട്രയാങ്കിൾസ് വിൽ ബി സിമിലർ. സോ നമുക്ക് പറയാം ട്രയാങ്കിൾ എ ഡി എഫ് വിൽ ബി സിമിലർ ടു ഈ ട്രയാങ്കിൾ ഇ ബി എഫ്. ട്രയാങ്കിൾ ADF will be similar to EBF using angle criterion. And അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്ത് എഴുതാം. പുറത്തോട്ട് എഴുതുമ്പോൾ കൺഫ്യൂഷൻ മാറിക്കോളും. ഓക്കെ, എന്നീ ഒന്ന് എടുക്കട്ടെ. ട്രയാങ്കിൾ എ ഡി എഫ് വരയ്ക്കട്ടെ. ട്രയാങ്കിൾ എ ഡി എഫ് ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ഇ ബി എഫ്. ട്രയാങ്കിൾ ഇ ബി എഫിനായിട്ട് സിമിലർ ആണ് ട്രയാങ്കിൾ എ ഡി എഫ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിമിലർ ആണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് ഡി എഫ് ഇൻറ്റു ഇ എഫ് ഈസിക്വൽ എഫ് ബി ഇൻറ്റു എഫ് എ. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഡി എഫ് ബൈ എഫ് ബി. കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വലാവും ഡി എഫ് ബൈ എഫ് ബി സിമിലർ ആണെങ്കിൽ. സോ ഡി എഫ് ബൈ എഫ് ബി ഈസിക്വൽ ടു നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ബി ഇൻറ്റു എഫ് എ. ഡി എഫ് ഇൻറ്റു ഇ എഫ്. സോ നമുക്ക് എന്താ ഡി എഫ് ബൈ എഫ് ബി ഈസിക്വൽ ടു എ എഫ് ബൈ ഇ എഫ് എന്ന് എഴുതാൻ പറ്റും. അതല്ലേ കറസ്പോണ്ടിങ് സൈഡ്സ്? ഇതാണ് കറസ്പോണ്ടിങ് സൈഡ്സ്. ഡി എഫിന്റെ കറസ്പോണ്ടിങ് സൈഡ് ബി എഫ്, ഓൾസോ എ എഫിന്റെ കറസ്പോണ്ടിങ് സൈഡ് ഇ എഫ്. സോ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡി എഫ് ഇൻറ്റു ഇ എഫ് ഈസിക്വൽ ടു എഫ് ബി ഇൻറ്റു എഫ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ കണ്ടീഷൻ പ്രൂവ് ആയില്ലേ? നമ്മൾ പ്രൂവ് ചെയ്തില്ലേ ഡി എഫ് ഇൻറ്റു ഇ എഫ് ഈസിക്വൽ എഫ് ബി ഇൻറ്റു എ എഫ് എന്ന്. സോ ഹെൻസ് വി പ്രൂവ് ദാറ്റ്. Now let's move on to the next question. 34th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ഓർ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ is 60 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈപ്പോട്ടനീസ് is 25 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. റൈറ്റ് ട്രയാങ്കിൾ. ഓക്കെ, ദിസ് ഈസ് ദ ട്രയാങ്കിൾ.
ദ പെരിമീറ്റർ ഈ 3 സൈഡ്സിൻ്റെയും സം കൂട്ടിയാൽ 60 സെൻറ്റിമീറ്റർ കിട്ടും. ഇത് ഹൈപ്പട്ടന്യൂസ് 25 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലെങ്ത് ഏതൊക്കെയാണ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എക്സും വൈയും ആയിട്ട് അസ്യൂം ചെയ്യാം. നമുക്കറിയാം എക്സ് പ്ലസ് വൈ പ്ലസ് 25 ഈസ് ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 60 മൈനസ് 25, 60 മൈനസ് 25 എന്ന് പറയുമ്പോൾ എത്ര വരും? 35 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 35 എന്ന് പറഞ്ഞ ഒരു റിലേഷൻ കിട്ടി. പിന്നെ നമുക്കറിയാം 25 എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസാണ്. ഹൈപ്പോട്ടന്യൂസ് 25 ആകുമ്പോൾ നമുക്ക് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് പറയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ ടു സൈഡ്സ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ 35 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എക്സിനെ 35 മൈനസ് അല്ലെങ്കിൽ വൈനെ 35 മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ഈക്വൽ 35 മൈനസ് എക്സ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈനെ 35 മൈനസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈയുടെ സ്ഥാനത്ത് നമ്മൾ 35 മൈനസ് എക്സ് എന്ന് കൊടുക്കും. 35 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ. ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, ക്യാമറ ഓക്കെ, ഇങ്ങനെ കിട്ടി. അപ്പം നമുക്കിത് ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 35 സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു 35 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ. 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു 625. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈസ് 2x സ്ക്വയർ മൈനസ് 70x പ്ലസ് ഓക്കെ, ഇത് നമുക്ക് ഇവിടെ 25 സ്ക്വയർ തന്നെ എഴുതാം. അതാണ് നമുക്ക് സിമ്പിളായിട്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. 35 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അങ്ങനെ എഴുതി കൂടെ? ഓക്കെ, ഫർദർ സിംപ്ലിഫൈയിങ് 2x സ്ക്വയർ മൈനസ് 70x പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇങ്ങനെ എഴുതി കൂടെ? 35 പ്ലസ് 25 ഇങ്ങനെ എഴുതാം. ഈസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ 2x സ്ക്വയർ മൈനസ് 70x പ്ലസ് 35 മൈനസ് 25 ഈസ് 10 പ്ലസ് 35 പ്ലസ് 25 ഈസ് 60 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് ഇനി ഇത് അപ്പർ സ്ലൈഡിലേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, 2x square minus, okay, 2x square minus 70x plus 600 is equal to 0. Dividing by 2 on both sides, x square minus 35x plus 250 is equal to 0. ഓക്കെ, ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. 250 നമുക്ക് എന്താ കിട്ടണ്ടേ? എക്സ് ഇൻറ്റു വൈ ചെയ്യുമ്പോൾ 250 കിട്ടണം. അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ മൈനസ് 35 കിട്ടണം. അങ്ങനത്തെ ഏത് ഓപ്ഷനാണോ നോക്കാം. ആദ്യം നമുക്ക് 250 ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്തെടുക്കാം. അപ്പോഴല്ലേ നമുക്കത് കിട്ടുള്ളൂ. 250 to 125 5 to 25 5 5. ഓക്കെ, 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 10 ഇൻറ്റു 15 എടുത്താൽ വരില്ല. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 25, 10 ഇൻറ്റു 25 മൈനസ് 10 ഇൻറ്റു മൈനസ് 25 എന്ന് എഴുതാം. അപ്പോൾ എക്സ് മൈനസ് 10ഉം മൈനസ് 20 വൈ മൈനസ് 25 ഇങ്ങനെ എഴുതാം. അത് ഈ കേസിലിട്ടോ, മറ്റേ എക്സ് അല്ല, ഇവിടുത്തെ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 25x ആയിട്ട് നമുക്ക് 35 സ്പ്ലിറ്റ് ചെയ്യാം. പ്ലസ് 250 ഈസ് ഈക്വൽ ടു 0. ഫസ്റ്റ് കേസിൽ ഞാൻ എക്സ് കോമൺ എടുക്കുന്നു, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 10 മൈനസ് 25 കോമൺ എടുക്കുന്നു, എക്സ് മൈനസ് 10 ഉള്ളിൽ വരുന്നു ഈസ് ഈക്വൽ ടു 0. ഇനി എക്സ് മൈനസ് 10 കോമൺ എടുക്കുന്നു, എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് മൈനസ് 25 ഈസ് ഈക്വൽ ടു 0. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സ് ക്യാൻ ബി എയ്തർ 10 ഓർ 25. എക്സ് ഈസ് ഈക്വൽ ടു 10 ഓർ 25 ഏത് വേണമെങ്കിലും ആവാം. എക്സ് ഈസ് ഈക്വൽ ടു 10 ഓർ 25 ആവാം. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 35. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 35 എന്ന് പറഞ്ഞ റിലേഷൻ 35 അല്ല, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയേ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 35 എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 10, വൈ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 10, വൈ ഈസ് ഈക്വൽ ടു 25, and if y is equal to 25, x is equal to 10.
So length of the other two sides are 10 or 25. Okay, 10 or 25 length of the other sides. Okay. Okay, now let's do the 36th question. Question വായിച്ചു നോക്കാം. A school is organizing a charity run. Wait. Charity run to raise fund for our local hospital. The run is placed as a series of rounds around a track, with each round having been 300 meters. To make the event more challenging and engaging, the organizer decide to increase the distance of each subsequent round by 50 meters. For example, the second round will be 350 meters and the third round will be 400 meters and so on. The total number of rounds planned is 10. Based on the information given above, answer the following questions. Write the fourth, fifth, simple question അല്ലേ. AP യുടെ question. AP യുടെ question is always very simple. Write the fourth, fifth and sixth term. Okay. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് റൗണ്ട് 300 meters നമ്മളോട് ചോദിച്ചുള്ളത് ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ് ടേംസ് ഓഫ് അരിത്തമെറ്റിക് progression. അപ്പോൾ nth ടേമിൻ്റെ ഫോർമുല എന്താ? A+n-1 into d. A+n-1 into d ആണ് nth ടേമിൻ്റെ ഫോർമുല. So if you want to find the fourth term, we will take A plus 3d, 4 minus 1 into d. So A is 300 and common difference is each roundil 50 meter കൂട്ടാന്നാണ് പറയുന്നത്. അപ്പോൾ common difference is 50. So that is 300 plus 3 to 50 is 150. So that will be total 450 meter in the fourth round. And fifth term എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വീണ്ടും 50 കൂട്ടുക. That will be 450 plus 50 is 500 meter. And sixth term will be 500 plus 50 meter, that is 550 meter. So അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സോൾവ് ചെയ്തു. രണ്ടാമത്തെ ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ എയ്ത്ത് റൗണ്ട്. അഗെയിൻ nth ടേം എടുത്താൽ മതി. എയ്ത്ത് ടേം എന്ന് പറയുമ്പോൾ A+n-8 - 1 into d, that will be A+7d. And what is A? A is 300 again, plus 7 into d is 50. So 300 plus 7 into 50 is 350. So the answer would be 650 meter. Okay, so eighth round will be 650 meter. Next question, third question or question ആണെന്നുള്ള ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. Find the total distance run after completing all 10 rounds. Okay, 10 റൗണ്ട് ഓടി കഴിഞ്ഞാൽ ഒരാൾ 10 റൗണ്ട് ഓടുകയാണെങ്കിൽ ആ 10 റൗണ്ടിൽ എത്ര ഡിസ്റ്റൻസ് പോകുന്ന നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് സം ഓഫ് n ടേംസ് ഓഫ് എൻ AP എന്താണ്? n/2 into 2a plus n-1 into d എന്നാണ് നമ്മുടെ ഫോർമുല. ആൻഡ് ഹിയർ നമ്മളോട് 10 ടേംസിൻ്റെ സമ്മ ചോദിച്ചിട്ടുള്ളത്. സോ 10/2 ഇൻറ്റു എ ഈസ് നമുക്കറിയാം 300 ഫസ്റ്റ് ടേം ആണ്. ആൻഡ് n-1 n ഈസ് 10, സോ 90, d വിൽ ബി 50 meters വെച്ചാണ് കൂടുന്നത്. സോ ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. 10/2 is 5 into 2 into 300 is 600 plus 9 into 50, so basically 450. So that will be 5 into 600 plus 450 will be 1050. 1050 into 5 is 100. 105 into 5, 525. 5250 meters. That will be the total distance covered by ഒരാൾ 10 റൗണ്ട് ഓടുകയാണെങ്കിൽ 5250 will be the total distance covered. Okay. Now let's നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ will be, okay, if a runner completes only first 6 rounds, what is the total distance run by the sum of 6 terms എടുത്താൽ മതി. നേരത്തെ 10 terms ചോദിച്ചാൽ ഇപ്പോൾ 6 terms ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. So that will be n/2 into 2a plus n-1 into d. -1 into, and n is 6. 6/2 into 2 into a is 300 plus n is again 6 minus 1 is 5 into d is 50. 6/2 is 3. 2 into 300 is 600 plus 250. That will be equal to 3 into 600 plus 250 is 850. So 3 into 850. 850, 85 into 3. 5, 1, 25, 255. So 2550 meters will be the answer. 6 meters over there to 2550 meters. Okay. Let's move to the 37th question. Okay, case study questions. Okay. വായിച്ചു നോക്കാം. A brooch. ഇതാണ് ബ്രൂച്ചിലെ ഒരു ഡിസൈൻ. എ ബ്രൂച്ച് ഇസ് എ ഡെക്കറേറ്റീവ് പീസ് ഓഫ് സ്റ്റോൺ. അതൊന്നും വേണ്ട, നമുക്ക് നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. One such brooch is made with silver wire in the form of a circle with a diameter 35 millimeter. The wire is also used in making 5 diameters which divide the circle into 10 equal sectors as shown in figure. Based on the given information, answer the following question. Find the central angle of sector. Basically എന്താ, ഒരു ബ്രൂച്ച് ഉണ്ട്, എന്നാണ് ബ്രൂച്ചിനെ
അയ്യോ എന്താ സർക്കിൾ ആവാത്തത്? സാരമില്ല, നമുക്കിത് ഇതിനെ തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ, ഒരു ബ്രൂച്ച് ഉണ്ട്. ബ്രൂച്ചിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡയമീറ്റർ 35 മില്ലിമീറ്റർ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ഈച്ച് സെക്ടർ. ഓരോ ആംഗിളിൻ്റെയും ഓരോ സെക്ടറിൻ്റെയും സെൻട്രൽ ആംഗിൾ ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 360 ഡിഗ്രി. ഒരു സർക്കിൾ ടോട്ടലി 360 ഡിഗ്രി. 360 ഡിഗ്രിനെ 10 ഈക്വൽ പാർട്സ് ആയി കഴിഞ്ഞാൽ ഒരു പാർട്ടിന് ഒരു സെക്ടർ 10 ഈക്വൽ സെക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു സെക്ടറിൻ്റെ ആംഗിൾ എത്രയാവും? 36 degree. 360 divided by 10. So 36 degree is the central angle of each sectors. Find the length of the arc ACB. Okay, ഈ ആർക്ക് സോറി ഓക്കെ, ഈ ആർക്കിൻ്റെ ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ബേസിക്കലി ഒരു സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമുക്കറിയാം സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല എന്താ? ഇറ്റ് വിൽ ബി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെൻറ്റർ ബൈ 360 ഇൻറ്റു 2πr അല്ലേ? 2πr. അത് എങ്ങനെ വന്നത് നമുക്കറിയില്ലേ? ഞാൻ പാർട്ട് 1 ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 360 ഡിഗ്രി സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് 2πr. സോ 1 ഡിഗ്രിക്ക് ഇറ്റ് വിൽ ബി 2πr ബൈ 360. സോ തീറ്റ ഡിഗ്രിക്ക് വിൽ ബി തീറ്റ ഇൻറ്റു ഈ 1 ഡിഗ്രിയുടെ എത്രയാണെന്ന് വെച്ചാൽ അപ്പോൾ തീറ്റ ബൈ 360 ഇൻറ്റു 2πr നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. നമുക്ക് തീറ്റ ഓൾറെഡി 36 ആണെന്ന് അറിയാം. ദാറ്റ് വിൽ ബി നമ്മൾ എത്രാമത്തെ സെക്കൻഡ് ആണ് ലെങ്ത് ഓഫ് ഈച്ച് സെക്ടർ. സോ തീറ്റ നമുക്ക് 36 ആണ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 36 ബൈ 360 ഇൻറ്റു 2 ഇൻറ്റു പൈ എത്ര യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പൈ എത്ര യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിത് പൈ തന്നെ ആയിട്ട് എടുക്കാം. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. റേഡിയസ് ഈസ് 35 മില്ലിമീറ്റർ അല്ല, ഡയമീറ്റർ 35 മില്ലിമീറ്റർ. സോ റേഡിയസ് വിൽ ബി ഹാഫ് ഓഫ് ദ ഡയമീറ്റർ. ദാറ്റ് വിൽ ബി 35 by 2. Okay, now let's simplify. 36 360 10 നോട്ട് കട്ടാവും. സോ ദാറ്റ് വിൽ ബി 1/10 ഇൻറ്റു ഇവിടെ 35 ആകുന്ന സ്ഥിതിക്ക് നമുക്ക് പൈന് 22/7 എടുക്കാം. അപ്പോൾ 7ഉം 35ഉം കട്ടായി പോകുമല്ലോ. 35 by 2. സോ ദിസ് വിൽ ബി 5. 2 കട്ടായി പോകും. 22 ഇൻറ്റു 5/10. സോ ദിസ് വിൽ ബി 5 10 2ഉം കട്ടായി പോകും. 2 11. സോ 11 മില്ലിമീറ്ററിലല്ലേ ഡയമീറ്റർ തന്നിട്ടുള്ളത്. സോ 11 മില്ലിമീറ്റർ വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ഈച്ച് സെക്ടർ. സോ അതും സോൾവ് ആയി. ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ യൂസ്ഡ്. സിൽവർ വയർ എന്തിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്? ഈ ബൗണ്ടറി ഉണ്ടാക്കാൻ, അതായത് സർക്കംഫറൻസ് പ്ലസ് 10 ഡയമീറ്റർ അടിച്ചിട്ടുണ്ട്. 10 വട്ടായിട്ട് ഈക്വൽ സെക്ടർ ആക്കില്ലേ? 10 തന്നെയല്ലേ ഇപ്പോൾ വരിക? 10 ഈക്വൽ സെക്ടർ ആണെങ്കിൽ എത്ര വരും? 1 2 3 4 5. ഓക്കെ. അപ്പോൾ 5 10 മില്ലിമീറ്റർ വയസ്സ് യൂസ് ചെയ്തിട്ടുണ്ട് 10 സെക്ടേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര വരും? എത്രാമത്തെ? നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ്. ഓക്കെ, തേർഡിൻ്റെ ഫസ്റ്റ് എന്താ? ടോട്ടൽ ലെങ്ത് അല്ല, ഏരിയ ഓഫ് ഈച്ച് സെക്ടർ ആണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഏരിയ ഓഫ് ഈച്ച് സെക്ടർ കാണാം. നമുക്കറിയാം ഏരിയ ഓഫ് എ സെക്ടർ എന്ത് വരും? ഏരിയ ഓഫ് എ സെക്ടർ ഈസ് ഇക്വൽ ടു തീറ്റ ബൈ 360 ഇൻറ്റു πr². നേരത്തെ നമ്മൾ സെക്ടറിൻ്റെ ലെങ്ത് കണ്ട അതേ ഫോർമുല വെച്ചിട്ട് തീറ്റ ബൈ 360 ഇൻറ്റു πr². സോ തീറ്റ 36 ആണ് നമുക്ക് ഓൾറെഡി കിട്ടി. 360 ഇൻറ്റു πr², 22/7 ഇൻറ്റു 35/2 ഹോൾ സ്ക്വയർ. 35/2 അല്ലേ റേഡിയസ്, 35 ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇപ്പോൾ 35/2 ഇൻറ്റു 35/2. സോ ദാറ്റ് വിൽ ബി ഇവിടെ 10 ആയി പോവും. 11 ആൻഡ് 5. സോ 2. ഏരിയ വിൽ ബി, നമുക്ക് ഇതിനപ്പുറത്തൊക്കെ എടുക്കുക എഴുതാം. ഇവിടെ എഴുതാൻ സ്ഥലമല്ല. വെയിറ്റ് ചെയ്യും. ഓക്കെ, now let's go. ബാക്കി എന്തുണ്ട്? ഇറ്റ് ഈസ് 11/2 ഇൻറ്റു 35/2. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? ദാറ്റ് വിൽ ബി അവർ ഏരിയ ഓഫ് എ സെക്ടർ. ഓക്കെ, സോൾവ് ചെയ്യണം. 35 ഇൻറ്റു 11 എന്ന് ചെയ്യുമ്പോൾ 35 എന്ന് വരും. 5 8 385. 385/4. 380/4 മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് ഈച്ച് സെക്ടർ. ഇനി അടുത്തത് ഫൈൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് സിൽവർ വയർ യൂസ്ഡ്. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്യാൻ പോയത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ യൂസ്ഡ്. ടോട്ടൽ ലെങ്ത് ഓഫ് സിൽവർ യൂസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കും? ദിസ് ഈസ് ഓൾസോ പ്രെറ്റി സിമ്പിൾ. ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതാണ് നമ്മുടെ ബ്രൂച്ച്
ബ്രൂച്ച് തന്നെയല്ലേ പ്രൊണൗൺസിയേഷൻ? ബ്രൂക്ക് എന്നാണോ ബ്രൂച്ച് എന്നാണോ എനിക്കറിയില്ല. ബ്രൂച്ച് എന്ന് വായിക്കാം തൽക്കാലത്തിന്. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിൽവർ വയർ യൂസ്ഡ്. സിൽവർ വയർ എന്തിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്? സിൽവർ വയർ ഈസ് യൂസ്ഡ് ഈ ഡയമീറ്റർ അല്ല സോറി, സർക്കംഫറൻസ് സിൽവർ വയറിലാണ്. പ്ലസ് ഒരു 5 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട് 10 ഈക്വൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് വിൽ ബി ടോട്ടൽ ലെങ്ത് വിൽ ബി സർക്കംഫറൻസ് പ്ലസ് 5 ഇൻറ്റു ഡയമീറ്റർ. ഡയമീറ്റർ എന്തിനടുത്ത് നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കിയത് ഇത് വെച്ചിട്ടാണ്. നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കിയത് ഈ സിൽവർ വയർ വെച്ചിട്ടാണ്. സോ സർക്കംഫറൻസ് ഈസ് 2πr ഇൻറ്റു 2πr പ്ലസ് 5 ഇൻറ്റു ഡയമീറ്റർ ഈസ് 35 mm. ഓക്കെ, 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് ഈസ് അഗെയിൻ 35/2 പ്ലസ് 5 ഇൻറ്റു 35. ഓക്കെ, നൗ ലെറ്റ്സ് കട്ട് ചെയ്ത് പോവാം. 5 കട്ട് ചെയ്യാൻ ഭയങ്കര രസമല്ലേ? 5 ഇൻറ്റു 22 പ്ലസ് 5 ഇൻറ്റു 35. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 5നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കാരണം ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. സോ വിൽ ടേക്ക് 5 ഇൻറ്റു 22 പ്ലസ് 35 എന്ന് എടുക്കാം. 22 പ്ലസ് 35 ഈസ് എത്ര വരും? 5 ഇൻറ്റു 22 പ്ലസ് 35 ഈസ് 57. So 57. ആൻഡ് 57 ഇൻറ്റു 5 എന്ന് എത്ര വരും? 57 ഇൻറ്റു 5 എന്ന് ചെയ്താൽ 5, 3, it will be 285 millimeter. So total length of the silver wire used is 285 millimeter. Okay, hope you understood. Let's move on to the next question, 30th question. This is the final question of the set 1. Set 1 ഇവിടെ കഴിയാൻ പോകുന്നതും കൂടി കഴിഞ്ഞാൽ, and we will move on to the set 2 with the next class. Okay, നമുക്ക് വായിച്ചോക്കാം. Amrita stood near the base of a lighthouse, gazing up at its towering height. She measured the angle of elevation to the top and found it to be 60 degrees. Then she climbed a nearby observation deck 40 meters higher than her original position and noticed the angle of elevation of top of light with 240. ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുമോ? ഞാനാണെങ്കിൽ ചെയ്യില്ല കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തും വരാലോ. ഓക്കെ, അയ്യോ കോപ്പി ചെയ്യാൻ പറ്റാതെ. ഓക്കെ, കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഇതിൽ പറഞ്ഞത് എന്താ? അമൃത ആദ്യം എവിടെയായിരുന്നു? ബേസിൽ എവിടെ നിന്നു? ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. അപ്പോൾ ആദ്യം ബേസിൽ നിന്ന് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ വാസ് 60 ഡിഗ്രി. പിന്നെ 40 മീറ്റർ കയറി ഏതോ സ്ഥലത്ത് നിന്നു. ഗേസിംഗ് ഓവർ ടവർ നിയർ ദ ബേസ് ഓഫ് ലൈറ്റ് ഹൗസ് ഫൗണ്ട് ഇറ്റ്. ദെൻ ഷി ക്ലൈംഡ് എ നിയർ ബൈ ഒബ്സർവേറ്ററി ഡക്കാണിത്. ഒബ്സർവേറ്ററി ഡക്ക് 40 മീറ്റേഴ്സാണ്. അത് കയറി നോക്കുമ്പോൾ 45 ഡിഗ്രി ആയി. നോട്ടീസ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഇഫ് സി ഡി ഇസ് എച്ച് മീറ്റർ, ഫൈൻഡ് ഡിസ്റ്റൻസ് ബി ഡി ഇൻ ടേംസ് ഓഫ് എച്ച്. ബി ഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് എച്ചിൻ്റെ ടേംസിൽ. വെരി 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 സിമ്പിളാണ്. ഞാൻ വിചാരിച്ചു വേറെ കുറച്ച് ടഫ് ആയിരിക്കുന്നു, ബട്ട് ഇറ്റ് ഈസ് സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, നമുക്ക് ബി ഡി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഈ ട്രയാങ്കിൾ സി ബി ഡിയിൽ ട്രയാങ്കിൾ സി ബി ഡി ഈ ട്രയാങ്കിൾ സി ബി ഡി ഞാൻ ഇങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. ട്രയാങ്കിൾ സി ബി ഡി ഇത് എല്ലാവർക്കും അറിയുന്നതാവില്ലേ? ട്രിഗ്നോമെട്രീൻ്റെ ഈ റേഷ്യോസിൻ്റെ അതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ചില ഐഡൻറ്റിറ്റീസ് വരുമ്പോഴാണ് കുറേ പേർക്ക് തെറ്റിപ്പോവുക. സി ബി ഡി നമുക്കറിയാം ഇത് എച്ച് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഡി ആണ്. ഇത് 45 ഡിഗ്രി. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റൻ്റ് കാണണം. നമ്മൾ ഏതെടുക്കും? കോട്ട് എടുക്കാം, ടാൻ എടുക്കാം. രണ്ടും സെയിം ആണ് 45 കേസിൽ. സോ ടാൻ 45 ഡിഗ്രി ഞാൻ എടുക്കുന്നു ഈസ് ഈക്വൽ ടു സി ഡി ബൈ ബി ഡി. ആൻഡ് ടാൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 ആണ്. സി ഡിയുടെ വാല്യൂ എച്ച് തന്നിട്ടുണ്ട്, ബി ഡി തന്നിട്ടുണ്ട്. സോ ബി ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ബി ഡി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഡി ഈസ് ഈക്വൽ ടു എച്ച് മീറ്റർ. സോ ഫസ്റ്റ് വൺ ഈസ് സോൾവ്. ബി ഡിയുടെ വാല്യൂ എച്ച് നീട്ടി. രണ്ടാമത്തെ നോക്കാം. ഫൈൻ ഡിസ്റ്റൻസ് ബി സി ഇൻ ടേംസ് ഓഫ് എച്ച്. ഇനി നമ്മളോട് ബി സി ഇൻ ടേംസ് ഓഫ് എച്ച് എന്നാണ് പറയുന്നത്. സോ ബി സി ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ആണ് ആൻഡ് എച്ച് ഇസ് ദ ഓപ്പോസിറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഏത് ഇതെടുക്കും? ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും റിലേറ്റ് ചെയ്യുന്നത് ഏതാണുള്ള? സൈൻ അല്ലേ? സൈൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്നാണ്? ഓപ്പോസിറ്റ് സി ഡി ബൈ ബി സി. സൈൻ 45 ഈസ് 1/√2 ആൻഡ് സി ഡിയുടെ വാല്യൂ ഇസ് എച്ച്. ബി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ഹിയർ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BC ഈസ് ഈക്വൽ ടു √2 മീറ്റർ. സോ രണ്ടാമത്തതും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വി ആർ മൂവിങ് ടു ദ തേർഡ് ആൻഡ് ഫൈനൽ സബ് ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് എന്ന് പറയുന്നത് എന്താ? ഫൈൻ ദ ഹൈറ്റ് CE ഓഫ് ദ ലൈറ്റ് ഹൗസ്. ഞാൻ അത് അപ്പുറത്തേക്ക് കോപ്പി ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ അടിയിൽ സ്ഥലമല്ല. ഓക്കെ, നമുക്ക് അപ്പുറത്തേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഫൈൻ ഹൈറ്റ് CE ഓഫ് ദ ലൈറ്റ് ഹൗസ്. ഈ CE കാണാനാ പറഞ്ഞുള്ളത്. CE കാണാൻ പറഞ്ഞിട്ടുണ്ട്. CE കാണണം. യൂസ് √3 = 1.73 എന്ന് തന്നിട്ടുണ്ട്. CE കാണണം. CE. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഹൈറ്റ് CE കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ഇത് CD ആണ്. സോ BD വിൽ ബി ഓൾസോ H, സിൻസ് ഇത് 45 ഡിഗ്രി ആണ്, ഇത് H ആണ്. സോ AE വിൽ ഓൾസോ ബി H. AE വിൽ ഓൾസോ ബി H. ഇതിന് മുമ്പ് ഞാൻ ഈ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കട്ടെ. ACE ആൻഡ് നമുക്ക് ഇത് 40 ഡിഗ്രി ആണെന്ന് അറിയാം, കാരണം BA 40 ഡിഗ്രി ആയതുകൊണ്ട് DE വിൽ ഓൾസോ ബി 40 ഡിഗ്രി. നമുക്ക് കാണേണ്ടത് ഈ ടോട്ടൽ H+40 എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ tan 60 എടുത്താൽ ഇത് രണ്ടും നമുക്ക് റിലേറ്റ് ചെയ്യാം. tan 60യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. സോ tan 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു H+40/H എന്ന് എഴുതാം. tan 60യുടെ വാല്യൂ എത്ര? tan 60 വിൽ ബി √3. √3 ഈസ് ഈക്വൽ ടു H+40/H. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻഡ് √3 ഈസ് ഈക്വൽ ടു H/H + 40/H എന്ന് എഴുതാം. സോ √3 ഈസ് ഈക്വൽ ടു H/H വിൽ ബി 1 + 40/H എന്ന് എഴുതാം. √3യുടെ വാല്യൂ 1.73 എന്ന് യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1 + 40/H. 1.73 - 1 is 0.73 is equal to 40/H, and H will be അവിടെ എഴുതാം. H is equal to 40/0.73. So that is 4000/73 എന്ന് ചെയ്താൽ we will get the answer. 4000/73 എത്രയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, and we will get the answer. അത് ഞാൻ ചെയ്യുന്നില്ല, ദാറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. ഫൈൻ ദ ഡിസ്റ്റൻസ് AE if AC is 100 meter. ഫൈൻ ദ ഡിസ്റ്റൻസ് AE. AE കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. AC 100 meter ആണ്. ദാറ്റ്സ് ഓൾസോ പ്രെറ്റി സിമ്പിൾ. AC AE റിലേറ്റ് ചെയ്യുന്നത് ഏതാ? AC is hypotenuse, AE is adjacent. സോ നമുക്ക് cos 60 എടുക്കാം. cos 60 അല്ലേ adjacent by hypotenuse. Adjacent is AE/AC. cos 60 is obviously 1/2. AE നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, AE ആണ് കാണേണ്ടത്. And AC is 100 meter തന്നിട്ടുണ്ട്. AE will be 2A into AE will be 100. So AE will be 50 meter. 50 meter. So hence that's also solved, and we finish the set 1 of CBSE class 10th question paper of 2025. Now നമുക്ക് ഏത് വെച്ച് കാണാം? നമുക്ക് set 2ലെ part 1 വെച്ച് അടുത്തതായി കാണാം. So okay, bye.